ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരുണ്ടാക്കിയ ഭക്ഷണം അവരെ കണ്ട് തന്നെ ഗൗതം കഴിപ്പിക്കാൻ കേട്ടോ. ശിവാനി, നീ ഇത് കഴിച്ചില്ല എന്നും പറഞ്ഞ് ഗൗതം ഇട്ട് കൊടുക്കുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരിക, എന്നാൽ ഡോക്ടറെ അടുത്തേക്ക് പോവാം എന്ന് നിധി പറയുമ്പോൾ അയ്യോ ഇനി ഞാൻ കഴിച്ചോളാം, എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കഴിക്കൽ തുടങ്ങാൻ കേട്ടോ. അങ്ങനെ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർ വിശ്രമിക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്നും പോവാൻ നോക്കുകയാണ്. ആ സമയം പാറു വന്നിട്ട് പറയണേ, എന്താ ഇപ്പോൾ ഈ കാണിക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് പോണ്ടേ. അത് കേട്ടിടുന്ന തന്നെ വസുന്ധര പറയണേ, എനിക്കെന്നെ നടുവൊന്ന് നിവർത്തണം. അപ്പോൾ ശിവാനി പറയണേ, എനിക്ക് ക്ഷീണം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, എനിക്കും വയ്യ എന്ന് ശിവാനി പറയാൻ കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ഗൗതമും നിധിയും അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഡോറിൻ്റെ ഒരു സൈഡിൽ കേട്ടോ. ഈ സമയം വസുന്ധര പറയണേ, എനിക്ക് കഴുകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല ഏട്ടത്തിയോട്. ഏട്ടത്തി, ഇത്രയും പേർക്ക് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി ഇതും പോരാ, ഇനി ഇത് കഴുകി വെക്കാനുള്ള ആ ഒരു ആരോഗ്യമൊന്നും എനിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വസുന്ധര പറഞ്ഞ ഉടനെ തന്നെ അവിടെ പാറു പറയണേ, എൻ്റെ വസു, ഈ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഞാനും ഉണ്ടാക്കി തന്നിരുന്നു, അന്ന് കഴുകാനും നീയും ശിവാനിയും ഒന്നല്ല വന്നിരുന്നത്. അത് കേട്ട് ശിവാനി പറയണേ, അതെ നിധിയും പാർവണ്ടിക്കും എന്താ ഇവിടെ പണി, നിങ്ങൾ രണ്ടുപേരും കൊണ്ട് കഴുകി വെച്ചോളൂ. അപ്പോഴാണ് കേട്ടോ വസുന്ധരയുടെ കണ്ണിൽ നിധി അവിടെ നിൽക്കുന്നത് കാണുന്നത്. വസുന്ധരയെ കണ്ട ഉടൻ തന്നെ നിധി ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ കയ്യിലടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടിയിട്ട് വസുവിന് പേടിയാവാണ്. അപ്പോൾ പാറു ആണെങ്കിലോ, എന്താ വസു, നിനക്ക് കഴുകാൻ പറ്റില്ലേ? ഓ, ഞാൻ കഴുകിക്കോളാം, നിങ്ങൾ പോയിരുന്നോളൂ, ഞങ്ങൾ കഴുകി വെച്ചോളാം. എന്തിനാ ആൻറ്റി ഈ പണി ഏറ്റെടുക്കുന്നത്? ശിവാനി, വെറുതെ സംസാരിക്കണ്ട, നമ്മളല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത്, അപ്പോൾ കിച്ചൺ വൃത്തിയാക്കേണ്ട ഡ്യൂട്ടിയും നമുക്ക് തന്നെ, അതുകൊണ്ട് നമുക്ക് കഴുകി വെക്കാം എന്നും അവർ പറയുന്നു കേട്ടോ. അങ്ങനെ അവർ അത് മനമില്ലാ മനസ്സോടെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഗൗതമും നിധിയും അതുപോലെ പാറുവൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് പാറു പറയണേ, ഞാനും നമുക്ക് സന്തോഷിക്കാൻ ഇത്രയും രസകരമായ ഈ കാഴ്ച നമുക്ക് മുന്നിൽ കാണാൻ പറ്റിയതിലും നമുക്കൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചാലോ? ഓ, അത് അത്യാവശ്യമാണ് എന്ന് ഗൗതം പറയുന്നു കേട്ടോ. അത് കേട്ടോടെ തന്നെ നിധിയും പറയണം, ആ ഐസ്ക്രീമൊക്കെ വേണം, നല്ല ചൂടുള്ള കാഴ്ച കാണുമ്പോൾ ഈ തണുത്ത ഭക്ഷണം നമുക്ക് പോകുമ്പോൾ മനസ്സിനൊരു സുഖമാണ്. അത് കേട്ടോടെ തന്നെ പാറു പറയുന്നത് ശരിയാണ്, ഇത്രയും പേർക്കും ഞാനിവിടെ ഭക്ഷണം വെച്ചുണ്ടാക്കി തരുമ്പോൾ വസുവിന് വല്ല ദയവും എന്തെങ്കിലും ഒന്ന് അവൾക്ക് എന്നോടുണ്ടായിരുന്നോ? അവൾ കല്യാണം കഴിഞ്ഞ് അന്നേ മുതൽ ഇന്നേ വരെ എന്നെ ഇവിടെ ഇട്ട് പടാപാട് പഠിപ്പിക്കുകയായിരുന്നു. പല സ്വത്തിൻ്റെ പേരിലും പലതിൻ്റെ പേരിലും അവൾക്ക് ഞാൻ ഇല്ലാത്തോടുന്ന് വന്നതാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ അവൾ എന്നോട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറയുന്നത് വസുന്ധര കേൾക്കുന്നു കേട്ടോ. അപ്പോൾ നിധി പറയാണ്, ആ അതിനുള്ള തിരിച്ചടിയല്ലേ എൻ്റെ അമ്മ ഞാനീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അമ്മ ടെൻഷനാവേണ്ട, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നും പറയുമ്പോൾ വസുവിന് ദേഷ്യമാവണം കേട്ടോ. അങ്ങനെ വസുന്ധര മനസ്സിൽ ചിന്തിക്കാൻ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ഇത് വെറുതെ വിട്ടാൽ തീർച്ചയായും ഇവൾ എന്നെ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യിപ്പിക്കും. ഈ വസു കരിയും പുകയും ഇന്നേ വരെ കൊണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഓർഡർ ഇട്ട് കഴിച്ചിട്ടേ ഉള്ളൂ, ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യട്ടെ, ആ വീഡിയോ അവളുടെ മൊബൈലുണ്ടാവും, അവർ 3 പേരും താഴെയാണല്ലോ, അവളുടെ റൂമിൽ മൊബൈൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഇതോടുകൂടി ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ, പിന്നെ അവളെ എനിക്ക് പേടിക്കണ്ടല്ലോ എന്നും വസു ചിന്തിച്ച് പതിയെ പമ്മി നിധിയുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഈശ്വര, അവളുടെ മൊബൈൽ എവിടെ കൊണ്ടുവച്ചാൽ ഇരിക്കുന്നതാണാവോ, ഒളിപ്പിച്ച് വെച്ചിരിക്കുക, വൃത്തികെട്ടവളാണവൾ, അവൾ കയ്യിൽ കിട്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ഒരു നിഴലിങ്ങനെ വരുന്നുട്ടോ, ഒരു നിഴൽ. ആ നിഴൽ കാണുന്ന വസു ആകെ പേടിച്ചു പോവാണ്. വസു ആണെങ്കിലോ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു യക്ഷി നിൽക്കുന്നത് പോലെ മുടിയൊക്കെ പാറിപ്പറഞ്ഞ് ഒരാളിങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇതോടുകൂടി വസു അങ്ങ് ബോധം കെട്ട് ബെഡിലോട്ട് എന്ന് ചീറലും ചീറി അങ്ങ് ബെഡിലോട്ട് വീഴേണ്ടിട്ട. അപ്പോഴേക്കും ശിവാനിയാണ് അത് വന്നിരിക്കുന്നത്. ശിവാനിയാണെങ്കിലും, ആൻറ്റി എന്താ ആൻറ്റി ഈ ഇരുട്ടത്ത് വന്ന ആൻറ്റി എന്താ തപ്പുന്നത് ആൻറ്റി എന്ന് പറഞ്ഞ് പതിയെ തൻ്റെ ആൻറ്റിയെ വിളിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും വസു കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ വസു കണ്ണ് തുറക്കുമ്പോൾ തനിക്ക് പാതി ജീവൻ പോയ ആ ഒരു ആശ്വാസത്തിൽ എണീറ്റ് നിൽക്കുമ്പോൾ, എൻ്റെ പാതി ജീവനാണ് നീ കാരണം പോയത്, നീ ഒരു യക്ഷിയെ പോലെ എനിക്ക് മുന്നിൽ എന്തിനാ വന്ന് നിൽക്കുന്നത്, നീ എന്തിനാ പതുങ്ങി നിന്ന് എൻ്റെ ആൻറ്റി നിധിയുടെയും ഗൗതമിൻ്റെയും റൂമിലോട്ട് പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു, മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആൻറ്റി നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം
എനിക്ക് എന്താ ആൻറ്റിക്ക് സഹായം ചെയ്യേണ്ടതെന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇന്ന് പോയി മനുഷ്യനെ സഹായിക്കാൻ വന്നിട്ട് മനുഷ്യനെ പേടിപ്പെടുത്തുന്നു. എൻ്റെ പാതി ജീവൻ അങ്ങ് പോയി. എൻ്റെ ആൻറ്റി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പിന്നെ നീ ഇങ്ങനെ വന്ന് നിന്നാൽ ആരും പേടിച്ച് പോവില്ലേ? അല്ല ആൻറ്റി എന്തിനാ ഈ റൂമിലോട്ട് കയറിയത്? എൻ്റെ സഹായം വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. ആൻറ്റി പറ. ആ സമയമാണെങ്കിൽ ഗൗതമിൻ്റെയും ഇതൊന്നും അറിയുന്നില്ല. അവരിങ്ങനെ ഐസ്ക്രീം കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ ഐസ്ക്രീം കഴിക്കണം കേട്ടോ. എന്നാലും വസുവിന് ഇത്ര നല്ല പണി കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് വസുന്ധരയോട് ശിവാനി ചോദിക്കുകയാണ്, എൻ്റെ ആൻറ്റി എന്തിനാണ് ആൻറ്റി ആ റൂമിലോട്ട് കയറിയത്? പറ. ഈ റൂമിൽ കയറി എന്ത് ചെക്ക് ചെയ്യാനാണ്? ഞാൻ സഹായിക്കണം. അത് എന്നങ്ങ് പറയാൻ കേട്ടോ. മൊബൈൽ എന്ന് പറയാൻ ഒരുങ്ങിയതാണ്. പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. താനൊരു കൊലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ ആദ്യം ഇവളായിരിക്കും ജയിലോട്ട് പറഞ്ഞയക്കുക. നിധിയേക്കാൾ വിഷമാണ് ഇവള്. അതുകൊണ്ട് തന്നെ അത് വേണ്ട. ഇപ്പോൾ മിണ്ടാതിരിക്കുക. അല്ലാണ്ടി എന്താ ഈ എന്ന് പറഞ്ഞത്? മോമോസാണ്. എൻ്റെ ആൻറ്റി പറ. മോമോസാ? എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ആൻറ്റി വാങ്ങുമോ? എനിക്ക് നല്ല ഇഷ്ടമാണ് മോമോസ്. നമുക്ക് കഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തുടരുമ്പോൾ ഞാൻ പറയാനൊരുങ്ങിയത് എൻ്റെ 10-15 പവൻ മിസ്സായിരിക്കുന്നു. അത് ആ നിധി അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ റൂമിൽ. അത് കേൾക്കുന്ന എന്താ ആൻറ്റി പറയുന്നത്? 15 പവനോ? ഏകദേശം 8-9 ലക്ഷം വരുന്ന അത്രയും പവനോ? അതെ, അത് മിസ്സായിരിക്കുന്നു. പക്ഷേ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് മിസ്സായിട്ടുണ്ട്. അത് എടുക്കാനാണ് ഞാൻ ഈ റൂമിലോട്ട് വന്നിരിക്കുന്നത്. എന്നാ ആൻറ്റി ഞാനും കൂടി തിരച്ചിൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ശിവാനിയും വസുന്ധരയും മരണത്തിരച്ചിലാണ് കേട്ടോ. വസുന്ധരയുടെ കണ്ണിലാണെങ്കിലും മൊബൈലാണ്. എന്നാൽ ശിവാനിയാണെങ്കിൽ 15 പവൻ, ഇല്ലാത്ത 15 പവന് വസുന്ധരയുടെ കൂടെ നിന്ന് ശിവാനി തിരയുന്നു കേട്ടോ. ആ സമയമാണെങ്കിലോ പെട്ടെന്ന് ശിവാനിയുടെ കൈകളിൽ നിന്ന് ഒരു പാത്രങ്ങൾ തട്ടി വീഴുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പെട്ടെന്ന് ഗൗതമൻ നിധിയൊക്കെ അത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ നിധി പറയണേ, ഇത് നമ്മുടെ റൂമിൽ നിന്നാണല്ലോ ആ പാത്രം വീണത്. അതെ എന്ന് ഗൗതം പറയാണ്. അപ്പോൾ നിധി പറയണേ, നമുക്ക് പോയി നോക്കാം. അവിടെ അങ്ങനെ വീഴുന്നിടത്തൊന്നും ഞാൻ വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞ് അവർ പതിയെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടാ. അങ്ങനെ ഡോറിനടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച വസുന്ധരയും ശിവാനിയും കൂടി മരണത്തിരച്ചിലായിരിക്കട്ടോ. ഇത് കാണുന്ന പാറു, ഇതെന്താ അവരിത്ര വല്ലാതെ തിരിയുന്നത്? അത് കേട്ടോടെ തന്നെ എന്താ സംശയം? എൻ്റെ മൊബൈൽ അല്ലാതെന്ത്? അപ്പോൾ ഉടൻ തന്നെ ഗൗതം, ശരിയാണ് ഇവളുടെ മൊബൈലാണ് അമ്മ തിരയുന്നത്. അത് കേൾക്കുന്ന പാറു പറയാ, ഈ വസുവിന് എത്ര കിട്ടിയാലും മതിയാവില്ല എന്തായാലും എന്ന് പറയുമ്പോഴേക്കും നിധി പറയണേ, അവർക്കൊരു ശിക്ഷ കൊടുക്കേണ്ടേ? എൻ്റെ റൂമിൽ വന്ന് എൻ്റെ മൊബൈൽ തപ്പുന്നുണ്ടെങ്കിൽ ഗൗതം അവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ? അമ്മ പോയിട്ട് 2 വടിയെടുത്ത് കൊടുന്നേ. അത് കേട്ടോടും തന്നെ, അതെന്തിനാ? അതൊക്കെ പറയാം. അമ്മ 2 വടി കൊണ്ടുവന്നേ. അത് കേട്ടോടുന്നേ. ശരി, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പാറു പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ നിധി പറയണേ, ഗൗതമിന് മനസ്സിലായില്ലേ, ആ മൊബൈൽ എടുത്ത് അവൾ അടുത്ത പണിയെ ഒപ്പിക്കുകയാണ്. വസുന്ധരേൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ നോക്കുക. എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും അവിടെ പാറു എത്തിയിട്ടോ. ഇതാ വടി, ഇത് മതിയോ? അത് മതി എന്ന് പറഞ്ഞിട്ട്, ഇത് അമ്മ പിടിച്ചോ, ഇത് അവർക്കിട്ടിട്ട് നമുക്ക് നല്ലൊന്ന് കൊടുക്കണം. ബെഡ്ഷീറ്റ് കൊണ്ട് അവരുടെ മുഖം മറക്കുക, എന്നിട്ട് തലങ്ങ് ബലങ്ങോട്ട് അടിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം, ഞാനെന്താ നോക്ക് കുത്തിയോ? എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? തീർച്ചയായും അമ്മ ചെയ്യണം, ഗൗതം ചെയ്യണം. എന്തെന്നറിയോ? കറണ്ട് ഓഫ് ചെയ്യുക. കറണ്ട് ഓഫ് ചെയ്ത് ഗൗതം വാ എന്ന് പറയാനിട്ട. അങ്ങനെ ഗൗതം കറണ്ട് ഓഫ് ചെയ്യുന്നു. പിന്നീട് ഇവർ റൂമിൽ കയറുന്നു. നിധിയും പാറവും കൂടി ശിവാനിയെയും അതുപോലെ വസുന്ധരയെയും ഇങ്ങനെ തലങ്ങും വിലങ്ങോട്ട് അടിക്കേണ്ടി കേട്ടോ. ഈ അടിയോടുകൂടി അയ്യോ വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് ചീറുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്. ലാസ്റ്റ് അടിയുടെ ഒടുവിൽ അയ്യോ എന്ന് പറഞ്ഞ് വസുന്ധര ആ മുണ്ട് തൻ്റെ തലയിൽ നിന്ന് മാറ്റുമ്പോൾ പാറുവും നിധിയായിരിക്കും. അത് കാണുന്നതിനോട് കൂടിയിട്ട് നിധി, അയ്യോ നിങ്ങളായിരുന്നു എൻ്റെ റൂമിൽ കയറിയത്, ഞാൻ കരുതി വല്ല കള്ളനുമായിരിക്കുമെന്ന്, അതുകൊണ്ടാണ്. നിങ്ങൾക്കൊന്ന് ശബ്ദം ഉയർത്തായിരുന്നില്ലേ? അത് കേൾക്കുന്ന ശിവാനി പറയുന്നു, നിനക്ക് എൻ്റെ സൗണ്ട് മനസ്സിലായില്ലടി, നീ അഭിനയിക്കണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് വരാനിരിക്കുന്നത്.